മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വിവാദമാകുന്നു. പിണറായിക്ക് തുടർഭരണം കിട്ടാൻ പ്രത്യേക പൂജകൾ നടത്തി എന്ന് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം ബോർഡിന്റെ കർശന നീക്കം. രാഷ്ട്രീയായുധമായി ഗുരുവായൂർ ക്ഷേത്ര ദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വിവാദമാക്കാൻ ആസൂത്രിത നീക്കം. വിശ്വാസിയല്ലാത്ത പിണറായിയുടെ മകൻ ക്ഷേത്ര ദർശനം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന വാദവുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തു വന്നു. പിണറായിക്ക് വേണ്ടി പ്രത്യേക പൂജകൾ നടത്താനാണ് മകനെ അയച്ചതെന്നും അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകന് ക്ഷേത്ര ദർശനം നടത്താൻ വ്യക്തിപരമായി അവകാശമുണ്ടെന്നും വിശ്വാസവും ആരാധനയും വ്യക്തിപരമായ നിലപാടുകളാണെന്നും വിസ്മരിച്ചുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ദർശനം രഹസ്യമായി വെക്കാനും പുറം ലോകം അറിയാതെ നോക്കാനും പോലീസിന് ഉന്നതങ്ങളിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നതായും സോഷ്യൽ മീഡിയകളിൽ പ്രചരണങ്ങൾ കൊഴുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനെ ദേവസ്വം ജീവനക്കാർ തടയാൻ ശ്രമിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രചരണം വാസ്തവവിരുദ്ധമാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലും പരിസരത്തും വീഡിയോ ചിത്രീകരിക്കുന്നതിൽ കർശന വിലക്ക് നിലനിൽക്കുന്നുണ്ട്. അത് ലംഘിച്ചാണ് ജനം ടിവിയുടെ പ്രാദേശിക ലേഖകൻ രാജു ഗുരുവായൂർ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് വീഡിയോയിൽ പകർത്തിയത്. വിവേക് കിരൺ കുടുംബസമേതമാണ് ഗുരുവായൂരിൽ ദർശനത്തിന് എത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും ദർശന സമയത്ത് ഇവരോടൊപ്പമുണ്ടായിരുന്നു. ഔദ്യോഗികമല്ലാതെ തികച്ചും സ്വകാര്യമായ സന്ദർശനമായിരുന്നു ഇത്. ഈ ദൃശ്യങ്ങളാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഷൂട്ട് ചെയ്തത്. ക്ഷേത്രത്തിന്റെ സുരക്ഷാ മേഖലകളിൽ വീഡിയോ ചിത്രീകരണം നിരോധിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ ഇയാളെ തടയുകയും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് മാധ്യമപ്രവർത്തകനും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്. ക്ഷേത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് അധികൃതർ. തുടർഭരണം ഉറപ്പുവരുത്താനായാണ് മകനെ ക്ഷേത്ര ദർശനത്തിന് പിണറായി അയച്ചതെന്നും ഇതിനായി പ്രത്യേക വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തിയെന്നുമാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആരോപണം. അതേസമയം ക്ഷേത്ര ദർശനവും ആരാധനയുമെല്ലാം ഓരോ വ്യക്തികളുടെയും സ്വകാര്യ വിഷയങ്ങളാണെന്നും വിവേക് കിരണും കുടുംബവും നടത്തിയത് ആവിധം ദർശനം മാത്രമാണെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ വിശദീകരണം. കേവലം രാഷ്ട്രീയ ആയുധമാക്കാൻ കുടുംബാംഗങ്ങളെ വലിച്ചിഴയ്ക്കുന്നത് തെല്ലും അംഗീകരിക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. എന്തുതന്നെ ആയാലും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ക്ഷേത്ര സന്ദർശനം ഇതിനോടകം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ BJPയും കോൺഗ്രസും ശ്രമിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം അത് അവഗണിക്കാനുള്ള നീക്കമാണ് ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നത്.